പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മണിപ്പൂർ കലാപം, വകഭേദഗതി ബിൽ വിഷയമടക്കം 16 പ്രധാന ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഡിസംബർ 20 വരെയാണ് സഭ സമ്മേളിക്കുക. നിലവിൽ മുസ്ലിം സമുദായം നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രിബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം സർക്കാരുകൾക്ക് മാറ്റുന്നതാണ് പുതിയ ഭേദഗതി. നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. കരട് ഭേദഗതിയിൽ വരുത്തിയ മാറ്റങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്നും JPCയുടെ കാലാവധി നീട്ടണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ വാരത്തിലെ അവസാന ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് ലോക്സഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനുള്ള 5 പുതിയ കരട് നിയമനിർമ്മാണങ്ങളിൽ ഒരു സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള നിയമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഭരണഘടനാ ദിനമായി ആചരിക്കും. അന്നേ ദിവസം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ പ്രത്യേക സമ്മേളനം ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകളും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ചരക്കു ഗതാഗതത്തിൽ തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ, തുറമുഖ സംരക്ഷണം ഉറപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ പോർട്സ് ബിൽ എന്നിവ പുതിയ 5 ബില്ലുകളിൽ ഉൾപ്പെടും. വയനാടിന്റെ നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും ആദ്യ ദിവസം നടക്കും. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ വയനാട് ഉരുൾപൊട്ടലിലെ കേന്ദ്ര നിലപാടാകും ആദ്യം ചോദ്യം ചെയ്യുക. സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. जब संविधान सभा में एडॉप्ट किया गया उसका 75 साल 26 नवंबर 2024 को पूरा होगा. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണങ്ങളും മണിപ്പൂരിലെ സ്ഥിതിഗതികളും ശീതകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യയിലെ അന്തരീക്ഷ മലിനീകരണ പ്രശ്നങ്ങളും വർദ്ധിച്ചുവരുന്ന ട്രെയിൻ അപകടങ്ങളും ചർച്ച ചെയ്യണമെന്ന ആവശ്യവും സർവകക്ഷി യോഗത്തിൽ ഉയർന്നുവന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.